Hello, welcome all of you. Today we shall study about beta oxidation of fatty acids. Fatty acid oxidation മൂന്ന് രീതിയിലാണല്ലോ നടക്കുന്നത്. ബീറ്റ ഓക്സിഡേഷൻ, ആൽഫ ഓക്സിഡേഷൻ ആൻഡ് ഒമേഗ ഓക്സിഡേഷൻ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ബീറ്റ ഓക്സിഡേഷനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഫ്രാൻസ് നൂപ്പ് എന്ന സയന്റിസ്റ്റ് ആണ് ബീറ്റ ഓക്സിഡേഷനെ കുറിച്ച് മനസ്സിലാക്കിയത്. According to this, fatty acids are degraded by the stepwise removal of 2 carbon units at the beta carbon position. This is known as beta oxidation. And a new pathway അറിയപ്പെടുന്നുണ്ട്. Beta oxidation takes place in mitochondria and in peroxisome. In plant cells, especially in germinating seedlings, it takes place in glyoxysomes. Beta oxidation is the major pathway of metabolism of fatty acid. It is so called because oxidation and a splitting of 2 carbon units occur at the beta carbon atom. Beta carbon the position occur. The alpha carbon is the carbon atom directly next to the carboxyl group. Is the alpha carbon atom. The beta carbon is the carbon atom that follows the alpha carbon. Okay. Position was omega. Then ഇത് ഏതെല്ലാം സമയത്താണ് സാധാരണ ബീറ്റ ഓക്സിഡേഷൻ ഒക്കർ ചെയ്യുന്നത് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഓരോ പോയിന്റും എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള പോയിന്റുകളാണ്, അതെല്ലാം ഓർത്തിരിക്കുക. അത് ഫാസ്റ്റിംഗ്, സ്റ്റാർവേഷൻ, ഡയബറ്റിസ് മെലിറ്റസ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ബീറ്റ ഓക്സിഡേഷൻ ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മൈറ്റോകോൺഡ്രിയൽ ബീറ്റ ഓക്സിഡേഷൻ എന്നും പെറോക്സിസോമൽ ബീറ്റ ഓക്സിഡേഷൻ. പെറോക്സിസോമൽ ബീറ്റ ഓക്സിഡേഷൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ, പക്ഷെ ഏതും ഓപ്ഷനിൽ ചോദിക്കാം. ഞാനത് പ്രത്യേകം വേറൊരു ക്ലാസ്സിൽ പറയും, എടുക്കാം. എന്തിനാണ് പെറോക്സിസോമൽ ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് മാത്രം ഒരു സെന്റൻസ്, ഒരു കാര്യം ഞാൻ മാത്രം പറയാം. അതായത് ഇറ്റ് ഷോർട്ടൻസ് വെരി ലോങ് ഫാറ്റി ആസിഡ് മോർ ദാൻ അബൌട്ട് 22 കാർബൺ. എന്തിനു വേണ്ടിയാണ് അതങ്ങനെ ഷോർട്ടൻ ചെയ്യുന്നത്? ഇത്രയും വലിയ ഫാറ്റി ആസിഡിനെ ഷോർട്ടൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് സബ്സ്ട്രേറ്റ് ഫോർ ഓക്സിഡേഷൻ ഇൻ മൈറ്റോകോൺട്രിയ. അതായത് വെരി ലോങ് ഫാറ്റി ആസിഡിനെ ഷോർട്ടൻ ചെയ്ത് 8 കാർബൺ ഉള്ള ഫാറ്റി ആസിഡ് ആക്കും. അത് ഒക്ടിനോയിക് ആസിഡ് എന്ന് പറയും, കാപ്രിലിക് ആസിഡ് എന്നും പറയും. അതെല്ലാം പറഞ്ഞല്ലോ, മറ്റു ക്ലാസ്സിൽ പറയാം. എന്നിട്ട് ഈ ഷോർട്ടൻ ചെയ്ത ഫാറ്റി ആസിഡിനെ മൈറ്റോകോൺട്രിയയിൽ എൻ്റർ ചെയ്ത് മൈറ്റോകോൺട്രിയൽ ബീറ്റ ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, തൽക്കാലം ഇപ്പോൾ അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം മൈറ്റോകോൺട്രിയൽ ബീറ്റ ഓക്സിഡേഷൻ തന്നെ വീണ്ടും 2 രീതിയിലുണ്ട്. ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ് oxidation, oxidation of even chain fatty acid, then oxidation of odd chain fatty acid. For even chain fatty acid, for example, palmitic acid, that on beta oxidation produce acetyl coenzyme A. With odd chain fatty acid, for example, propionic acid, heptanoic acid, the 7 carbon heptanoic acid, 3 carbon propionic acid, odd chain fatty acid. Idellam on beta oxidation produce both acetyl coenzyme A and proponyl coenzyme A. മറക്കരുത്, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനിൽ ചോദിക്കും. അപ്പോൾ ഓഡ് ചെയിൻ, അപ്പോൾ മെയിൻ ആയിട്ട് ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ആണ്. എക്സാമ്പിൾ പാമിറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ എന്തുണ്ടാകുന്നത്? അസറ്റൈൽ കോഎൻസൈം A അവസാനം ഉണ്ടാകും. ഓക്കെ, ദെൻ നമുക്ക് മൈറ്റോകോൺട്രിയൽ ബീറ്റ ഓക്സിഡേഷൻ ഈസ് ദ മേജർ പാത്വേ ഫോർ ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ എന്ന് ഞാൻ പറഞ്ഞു. ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഇതൊക്കെയാണ്. ഫസ്റ്റ്, ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇൻ സൈറ്റോസോൾ. സൈറ്റോസോളിലാണല്ലോ ഫാറ്റി ആസിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഫ്രം സൈറ്റോസോൾ ടു മൈറ്റോകോൺട്രിയ ബൈ കാർനിറ്റൈൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇൻ മൈറ്റോകോൺട്രിയ. ആദ്യം ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. സി, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് cannot pass through the inner mitochondrial membrane. അപ്പൊ എന്തിനാണ് ഫാറ്റി ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് അക്രോസ് ദ ഇന്നർ മെംബ്രെയിൻ ഇറ്റ് റിക്വയർസ് ആക്ടിവേഷൻ. ഇത് നോക്കുക, ഇവിടെ
The carboxyl group of fatty acid establishes a thioester linkage. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇതിൽ ആക്ടിവേറ്റ് ആകുന്നത്? For the transport of fatty acid across the inner membrane, it requires activation. കാര്യം ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് cannot pass through the inner mitochondrial membrane. അപ്പൊ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കാം. The carboxyl group of fatty acidന്റെ കാർബോക്സിൽ ഗ്രൂപ്പ് ഈ കോഎൻസൈം എയുമായിട്ട് കമ്പൈൻ ചെയ്യും. The carboxyl group of fatty acid establishes a thioester linkage with the thiol group of coenzyme A to yield fatty acyl coenzyme A. ഉണ്ടോ? അതിന് എൻസൈം വേണം, തയോകൈനസ്. അസൈൽ കോഎൻസൈം എ സിന്തറ്റേസ് എന്ന് പറയും. തയോകൈനസ് മറ്റൊരു ഇമ്പോർട്ടന്റ് എൻസൈം. അപ്പൊ നമുക്ക് ഫാറ്റി അസൈൽ കോഎൻസൈം എങ്ങനെ കിട്ടി? ഫാറ്റി ആസിഡ് കമ്പൈൻ വിത്ത് കോഎൻസൈം എ അല്ലെ, അത് ലിങ്കേജ് ഓർത്തിരിക്കുക. ദെൻ വേറെ എന്തൊക്കെയാണ് ഇവിടെ ആവശ്യം? ഇറ്റ് ഒക്കേഴ്സ് അണ്ടർ ദ കാറ്റലിറ്റിക് ആക്ഷൻ ഓഫ് എന്താണ്? തയോകൈനസ് അല്ലെ. വേറെ എന്തൊക്കെ വേണം? ATP വേണം. ദിസ് ഈസ് ദ ഓൺലി റിയാക്ഷൻ ഇൻ ബീറ്റ ഓക്സിഡേഷൻ where ATP is required. ഓർത്തിരിക്കുക. പിന്നീട് മറ്റൊരു സ്ഥലത്തും ATP ആവശ്യമില്ല. ഇവിടെ ATP AMP ആണ് അല്ലെ. അതിനുശേഷം AMP പൈറോഫോസ്ഫേറ്റും. പൈറോഫോസ്ഫേറ്റ് വീണ്ടും എന്ത് ചെയ്യും? ഹൈഡ്രലൈസ് ചെയ്തിട്ട് will be hydrolyzed to form inorganic phosphate ആകും. അന്നേരവും ഹൈ എനർജി ബോൺസ് അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒന്നും കൂടെ ഓർത്തിരിക്കുക. ആക്ടിവേഷനിൽ ഫാറ്റി ആസിഡ് കമ്പൈൻ ടു കോഎൻസൈം എ ടു ഫോം ദ ഫാറ്റി ആസിഡ് കോഎൻസൈം എ. അന്നേരം എന്തെല്ലാം വേണം? തയോകൈനസ് എൻസൈം വേണം, ദെൻ ATP വേണം, പിന്നെ അതുകൂടാതെ മെഗ്നീഷ്യം അയോൺ വേണം. അത് ഓർത്തിരിക്കുക. അപ്പോൾ ദിസ് ഈസ് ദ ഓൺലി സ്റ്റെപ്പ് ഇൻ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇൻ വിച്ച് ATP is required. ATP is converted to AMP and pyrophosphate. Later on, the pyrophosphate will be hydrolyzed by the inorganic phosphatase. Pyrophosphatase എന്താണ്? ഇനോർഗാനിക് പൈറോഫോസ്ഫേറ്റേസ് എൻസൈം ഉപയോഗിച്ചിട്ട് to form inorganic phosphate. Thus, two high energy bonds are utilized in this reaction. Okay, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡ്. ഏത് രൂപത്തിൽ? ഫാറ്റി അസൈൽ കോഎൻസൈം എ. അപ്പൊ ട്രാൻസ്പോർട്ട് ആണ് അടുത്ത സ്റ്റെപ്പ്. ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഫ്രം സൈറ്റോസോൾ ടു മൈറ്റോകോൺട്രിയ ബൈ കാർനിറ്റൈൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. കാർനിറ്റൈൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഇതാണ് അസൈൽ കോഎൻസൈം എ അല്ലെങ്കിൽ ഫാറ്റി അസൈൽ കോഎൻസൈം എ. ആ ഫാറ്റി അസൈൽ കോഎൻസൈം, അപ്പൊ ഫാറ്റി ആസിഡ് ഏത് രൂപത്തിലായി? അസൈൽ കോഎൻസൈം എ. അപ്പോൾ ഈ അസൈൽ കോഎൻസൈം എ അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, there occurs membrane carrier called carnitine. ഉണ്ടോ? മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുക. ഇവിടെ ഒരു കരിയർ പ്രോട്ടീൻ ഉണ്ട്, കാർണിറ്റൈൻ. ഈ അസൈൽ കോഎൻസൈം എവിനെ എന്ത് ചെയ്യണം? മൈറ്റോകോൺട്രിയയുടെ അകത്ത് വരണം അല്ലെ. അതിനെ ഉള്ളിലോട്ടാക്കാൻ കാർണിറ്റൈൻ എന്ന പ്രോട്ടീൻ ഉണ്ട്, ഒരു കരിയർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. The activated acyl coenzyme A combines with the carnitine molecule. ഉണ്ടല്ലോ. And the reaction is catalyzed by the enzyme carnitine acyl transferase at 1. CAT1. ഇനി CAT2 ഉണ്ട്, അതിനെ CPT എന്ന് പറയും. അപ്പോൾ CAT1 അഥവാ CPT1 അസൈൽ ട്രാൻസ്ഫറേസ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? The carnitine, the activated acyl coenzyme combines with the carnitine molecule with the enzyme CAT1. Then carnitine acyl transferase 1 is the rate limiting enzyme of beta oxidation point. അടുത്ത് ഇതിനെ മൈറ്റോകോൺട്രിയയുടെ മെമ്പറിന്റെ അകത്ത് വരണമല്ലോ. അപ്പൊ അതാണ് എന്നെ അകത്ത് കൊണ്ടുവരാൻ മൈറ്റോകോൺട്രിയയിലെ ഒരു പ്രത്യേക പ്രോട്ടീൻ ട്രാൻസ്ലോക്കേസ്. അതിനൊരു പേരുണ്ട്, കാർണിറ്റൈൻ അസൈൽ കാർണിറ്റൈൻ ട്രാൻസ്ലോക്കേസ് എന്നാ പറയുക. അപ്പൊ സിംപ്ലി ട്രാൻസ്ലോക്കേസ്. ഈ ട്രാൻസ്ലോക്കേസിലൂടെ അസൈൽ കാർണിറ്റൈൻ എവിടെ വരണം? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലോട്ട് വരണം. കണ്ടോ? ഇതിലൂടെ മാത്രമേ വരുള്ളൂ. അതിനുശേഷം എന്താണ് സംഭവിക്കുക? അസൈൽ once inside the mitochondrial matrix, the acyl group is separated from the acyl carnitine. കണ്ടോ? ഇവിടെ അസൈൽ ഗ്രൂപ്പ് സെപ്പറേറ്റ് ചെയ്തു, കാർണിറ്റൈൻ ഫ്രീ ആയി. ആൻഡ് ദ അസൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? അറ്റാച്ച്ഡ് വിത്ത് ദ കോഎൻസൈം. കണ്ടോ?
അപ്പോൾ അസൈൽ ഗ്രൂപ്പ്, ഇതിലെ അസൈൽ ഗ്രൂപ്പ് കോഎൻസൈം എയുമായിട്ട് ചെയ്യുന്ന അസൈൽ കോഎൻസൈം എ. ഓക്കെ, ദെൻ കാർണിറ്റിൻ വീണ്ടും എന്ത് ചെയ്യും? അസൈൽ കോഎൻസൈം എ ഇപ്പോൾ വീണ്ടും ഫോം ചെയ്തു. ദെൻ ദ കാർണിറ്റിൻ ഇസ് റിട്ടേൺ ടു ദ സൈറ്റോസോൾ. ക്ലിയർ അല്ലേ? അതിനൊന്നുകൂടെ ഇനി പറയണോ? വേണ്ടല്ലോ, ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ നമ്മുടെ വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് എന്താണ്? ബീറ്റ ഓക്സിഡേഷൻ ഫാറ്റി ആസിഡ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഡിഫറെന്റ് സ്റ്റെപ്സ് ഞാൻ പറയാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. ഇവിടെ beta oxidation, following are the different steps in the degradation of fatty acid by beta oxidation in the mitochondrial matrix. First, ഇതിന്റെ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പാണുള്ളത്. 4 ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൂടെ മനസ്സിലാക്കിയാൽ ഇത് മറ്റൊന്നുമില്ല. ഫസ്റ്റ് ഡീഹൈഡ്രോജനേഷൻ, സെക്കൻഡ് ഹൈഡ്രേഷൻ, ദെൻ വീണ്ടും ഡീഹൈഡ്രോജനേഷൻ, ദെൻ ക്ലീവേജ് അഥവാ തയോലൈസിസ്. ഒന്നുകൂടെ ഡീഹൈഡ്രോജനേഷൻ, ഹൈഡ്രേഷൻ, ദെൻ ഡീഹൈഡ്രോജനേഷൻ, ദെൻ തയോലൈസിസ്. ഓരോന്ന് നോക്കാം. ഡീഹൈഡ്രേഷൻ ഓഫ് ഫാറ്റി അസൈൽ കോഎൻസൈം എ ടു ഇനോയിൽ കോഎൻസൈം എ. അന്നേരം എന്തൊക്കെയാണ് സംഭവിച്ചത്? അവിടെ എൻസൈം അസൈൽ കോഎൻസൈം എ ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഡീഹൈഡ്രോജനേസ് സബ്സ്ട്രേറ്റ് വെച്ച് പറഞ്ഞാൽ മതി. ഡീഹൈഡ്രോജനേസ് എൻസൈം വളരെ പ്രധാനമായിട്ട് സംഭവം ഇതാണ്. എന്താ? FAD ബിക്കം FADH2. അപ്പോൾ നമുക്കിവിടെ ബീറ്റ ഓക്സിഡേഷൻ നമുക്ക് FAD വേണം. അപ്പോൾ എന്തൊക്കെയാണ്? ബീറ്റ ഓക്സിഡേഷൻ റിക്വയർസ് FAD ആൻഡ് NAD. പല പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, പലരും തെറ്റിച്ചിട്ടുണ്ട്. റിക്വയർ, വൈൽ ദ റിസൾട്ട് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഈസ് FADH ആൻഡ് NADH2 അല്ലേ? FADH2 ആൻഡ് NADH. അപ്പോൾ ഇവിടെ ഏത് സ്റ്റെപ്പിലാണ് FADH2 ഉണ്ടായത്? ഓക്കെ, ദെൻ ട്രാൻസ് ടു എന്തായി? ഇനോയിൽ കോഎൻസൈം. സിംപ്ലി ഇനോയിൽ കോഎൻസൈം. ഇനോയിൽ കോഎൻസൈം എവിനെ എന്തായി? ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം എ. ഇവിടെ ഹൈഡ്രേഷൻ ഉണ്ടോ? ഇനോയിൽ കോഎൻസൈം ഹൈഡ്രേറ്റേസ് എൻസൈം ഉപയോഗിച്ചിട്ട് അവിടെ ഹൈഡ്രേഷൻ ഉണ്ടോ? വാട്ടർ, ദെൻ ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? വീണ്ടും ഡീഹൈഡ്രോജനേഷൻ ആണ്. അവിടെ ഡീഹൈഡ്രോജനേഷനിൽ എൻസൈം കണ്ടല്ലോ, ഡീഹൈഡ്രോജനേസ് എൻസൈം NAD ബിക്കം NADH. NAD ബിക്കം NADH. NADP അല്ല, തെറ്റിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. NAD ബിക്കം NADH. ദെൻ കീറ്റോ അസൈൽ കോഎൻസൈം എ, കീറ്റോ അസൈൽ കോഎൻസൈം എ. അവസാനം എന്ത് കിട്ടി? ഇവിടെ അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി, നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ അസൈൽ കോഎൻസൈം എ. ഇവിടെ വീണ്ടും ദിസ് വിൽ റിപ്പീറ്റ്. അപ്പൊ എത്ര സൈക്കിൾസ് നടക്കണമെന്നുള്ളത്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് കാർബൺ പ്രസന്റ് ഇൻ ദ ഫാറ്റി ആസിഡ്. ഓക്കെ. ദെൻ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ബീറ്റ ഓക്സിഡേഷൻ 1. Beta oxidation involves the activation of fatty acids in the presence of the calcium and the thiokinase enzyme, ATP and thiokinase enzyme, then ATP and beta ketoacyl thiolase, ATP and aldehyde dehydrogenase. എന്താണ്? B ആണല്ലോ, ATP and thiokinase enzyme spelling. Then what molecule is required to transport long chain fatty acids across the inner mitochondrial membrane for beta oxidation? Coenzyme A, carnitine, biotin, NADPH. Then carnitine amalo. Then next question. Beta oxidation of fatty acid requires all the following coenzymes except coenzyme A, FAD എല്ലാം വേണം, NAD വേണം, NADP. Except ഏതാണ്? NADP. ബാക്കിയുള്ളതെല്ലാം വേണം. Propanol coenzyme A is formed on oxidation of mono unsaturated fatty acid, poly unsaturated fatty acid with the odd number of carbon atom. None of this. ഇതാണ് propanol coenzyme A. ഇതിലാണ് ഉണ്ടാകുന്നത് fatty acid with odd number carbon atom. ഉണ്ടോ? ഇതെല്ലാം ക്വസ്റ്റ്യൻ ചിലതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിനൊക്കെ. Beta oxidation of fatty acid is inhibited by, അത് ഇൻഹിബിറ്റർ മലോണൈൽ കോഎൻസൈം എ ആണ്. ഞാൻ അവിടെ പറഞ്ഞില്ല, ഓർത്തിരിക്കുക. അപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം ഇതിനെ ബേസ് ചെയ്തിട്ട്. അത് ആൽഫ ഓക്സിഡേഷനും പിന്നെ ഒമേഗ, പിന്നെ ഇതിൽ തന്നെ
പെറോക്സോമൽ ബീറ്റ ഓക്സിഡേഷൻ എല്ലാം ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഇതിനെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ഇന്നത് മതി. ഓക്കെ, താങ്ക് യു.